നമ്മൾ ഇന്നലെ ഈ പത്തനംതിട്ട ഓമല്ലൂരിലെ ആ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ വാർത്ത പറഞ്ഞു. അതിന്റെ കീഴിലുള്ള സ്നേഹത്തണൽ വൃദ്ധസദനത്തിലെ കൂടുതൽ ക്രൂരതകളുടെ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. കട്ടപ്പന സ്വദേശിയായ കുട്ടിയെ കൂടാതെ സ്ഥാപനത്തിലുണ്ടായിരുന്ന വേറൊരു കുട്ടിയോടും സമാനമായ ക്രൂരതകൾ. കോട്ടയം സ്വദേശിയായ 17-കാരനെ ഉപദ്രവിച്ച ശേഷമുള്ള ദൃശ്യങ്ങൾ പുറത്തുവന്നു. കട്ടപ്പന സ്വദേശിയായ കുട്ടിയുടെ പരാതിയിൽ സ്ഥാപനത്തിലെ മാനേജർക്കും ജീവനക്കാർക്കുമെതിരെ കേസെടുത്തു. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ഷിജോ കുര്യൻ ചെയ്യുന്നു. ഷിജോ, അപ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല, അത് അവിടെ സ്ഥിരം പരിപാടിയായിരുന്നു. ഈ പറയുന്ന എന്തോ ധ്യാനകേന്ദ്രം എന്നൊക്കെ പറയുകയും ചെയ്തത് ക്രൂരതയാണ് എന്നല്ലേ മനസ്സിലാവുന്നത്? ഹാഷ്മി, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഇതൊക്കെ ഈ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് ഇത്തരം ക്രൂരതകൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് എടുത്തു പറയേണ്ടതും. പൊതുസമൂഹം അവരെയൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിയുക കൂടി ചെയ്യണം എന്നുകൂടി പറഞ്ഞു തുടങ്ങുകയാണ്. എന്തായാലും അങ്ങേയറ്റം ക്രൂരതയുടെ വിവരങ്ങളാണ് എലോഹിം വർഷിപ്പ് സെന്ററിന് കീഴിലുള്ള സ്നേഹത്തണൽ എന്ന് പറയുന്ന അഗതി മന്ദിരത്തിൽ നിന്ന് പുറത്തു വരുന്നത്. അവിടെ ഈ മാതാപിതാക്കളെ, മക്കൾ ഉപേക്ഷിച്ച മാതാപിതാക്കൾ, പ്രായമായവർ, ആരും നോക്കാനില്ലാത്തവരെയൊക്കെ അവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കുന്ന രീതിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവരെ നോക്കാനായിട്ടൊക്കെ ഇവർ ഈ പറഞ്ഞ പല സ്ഥലത്തേക്ക് പോകും. അവിടുന്ന് യുവാക്കളായിട്ടുള്ള ചെറുപ്പക്കാരെ അവിടെ കൊണ്ടുവരും. അവരെ കൊണ്ടുവന്നിട്ട് അവർക്ക് പഠിപ്പിക്കാമെന്നുള്ള വാഗ്ദാനം കൊടുത്താണ് കൊണ്ടുവരുന്നത്. പക്ഷേ അവരെ പഠിപ്പിക്കുന്നുമില്ല, ഒരു കാര്യവും ചെയ്യില്ല. അവരെ അങ്ങേയറ്റം ക്രൂരതകൾക്ക് അവിടെ വിധേയമാക്കി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വിവരം. കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഇടുക്കി കട്ടപ്പന അണക്കര സ്വദേശിയായിട്ടുള്ള 17 വയസ്സുകാരനെ അതിക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും ആ കുട്ടിയെ ഒരു തരത്തിലും അവിടെ ജീവിക്കാൻ കഴിയാതെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കുകയും ചെയ്തു എന്നുള്ള വിവരമൊക്കെ ഇന്നലെ പുറത്തു വന്നിരുന്നു. ആ സംഭവത്തിൽ എന്തായാലും കട്ടപ്പന പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് മറ്റ് വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുള്ളത്. അതിനകത്ത് കോട്ടയം സ്വദേശിയായിട്ടുള്ള 17 വയസ്സുകാരനും അണക്കര സ്വദേശിയായ 17 വയസ്സുകാരൻ നേരിട്ടതുപോലെ തന്നെയുള്ള ക്രൂരതകൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ള വിവരം ഇന്നലെ പുറത്തു വന്നിരുന്നു. സ്നേഹത്തണലിൽ ഇന്നലെ അവിടുത്തെ ഓമല്ലൂർ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ചെന്നൈക്കര പഞ്ചായത്തിൻ്റെയും ഒക്കെ ബന്ധപ്പെട്ട അധികൃതർ വന്ന് പരിശോധനയൊക്കെ നടത്തിയതാണ്. അവർക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ കുട്ടികളെ ഉപദ്രവിക്കുന്നതിനപ്പുറത്തേക്ക് അവർക്ക് കഴിക്കാൻ ഭക്ഷണം പോലും കൃത്യസമയത്ത് കൊടുക്കാറില്ല. എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ട് മറുത്ത് ആവശ്യപ്പെട്ടാൽ അവർക്ക് പഴകിയ ഭക്ഷണം കൊടുക്കുക. അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ ദിവസങ്ങളോളം ഈ 2 കുട്ടികളെയും കട്ടിലിൽ കെട്ടിയിട്ടു എന്നുള്ള വിവരമൊക്കെ പുറത്തു വന്നിരുന്നു. അതിഭീകരമായിട്ടുള്ള ഉപദ്രവം ആ കുട്ടികൾ നേരിടേണ്ടി വന്നു. പുറത്തും കൈക്കും കാലിനുമൊക്കെ ചൂരലുകൊണ്ട് അടിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ എന്തായാലും കട്ടപ്പന പോലീസ് ഈ പറയുന്ന 17 വയസ്സുകാരൻ്റെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇന്നലെ പത്തനംതിട്ട ഇലവന്തിട്ട പോലീസ് കൂടി മറ്റൊരു കേസെടുത്ത് FIR രജിസ്റ്റർ ചെയ്തത്. ആ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരായിട്ടുള്ള റെജി, അതുപോലെ തന്നെ ബെന്നി, സിജോ എന്ന് പറയുന്ന 3 പേർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിട്ട്. ആ ബെന്നി വാഴമുട്ടം എന്ന് പറയുന്ന പാസ്റ്റർക്കെതിരെ നിലവിൽ എന്തായാലും കേസ് എടുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പങ്ക് കൂടി ഇതിനകത്ത് കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഈ പറയുന്ന ബിനു പാസ്റ്റർ വാഴമുട്ടം എന്ന് പറയുന്നയാൾ ഈ കുട്ടികൾക്ക് പഠിക്കാൻ വാഗ്ദാനം ചെയ്യുന്ന വീഡിയോ ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കൂടി പ്രതി ചേർക്കുന്ന കാര്യമടക്കം പോലീസ് ആലോചിക്കുന്നുണ്ട്. എന്തായാലും മന്ത്രി ബിന്ദു കൃഷ്ണ വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടറോട് ഈ സംഭവം അന്വേഷിച്ചുകൊണ്ട് വളരെ വേഗം റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ അന്വേഷണം കൂടി നടക്കുകയാണ്. അന്വേഷണം കഴിയുന്ന മുറയ്ക്കായിരിക്കും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരിക. എന്തായാലും ഈ പറയുന്ന എലോഹിം വർഷിപ്പ് സെന്റർ, അതിൻ്റെ സഹോദര സ്ഥാപനമായിട്ടുള്ള സ്നേഹത്തണൽ, ഇവിടെ കഴിയുന്ന ആളുകൾ അങ്ങേയറ്റം ക്രൂരതകൾക്കും പീഡനങ്ങൾക്കും വിധേയമാകുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ ഓരോ മണിക്കൂറിലും പുറത്തു വരികയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. എന്തായാലും ഈ ഇടുക്കിയിലെ 17-കാരന് പിന്നാലെ മറ്റൊരു കുട്ടി കൂടി സമാനമായിട്ടുള്ള ക്രൂരതകൾക്ക് വിധേയമായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഹാഷ്മി, ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.